Lord Jesus. ഹല്ലേലൂയ. 2 തിമോത്തി 2-ാം അധ്യായം 8-ാം തിരുലിഖിതം. ദാവീദിന്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവനുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഡിവൈൻ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും എൽ ഷദായ് ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ കുരിശടയാളത്തിന്റെ ശക്തി എന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ കുരിശിന്റെ ശക്തി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. യേശുക്രിസ്തുവിന്റെ നാമം, യേശുക്രിസ്തുവിന്റെ രക്തം, യേശുവിന്റെ കുരിശിന്റെ അടയാളം, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ ഗാനം ആലപിക്കുമ്പോൾ കൈയടിച്ച്, താളത്തിൽ കൈയടിച്ച്, ഈ സ്തുതിപ്പിനോട് ചേർന്ന്, ഈ ദൈവാരാധനയോട് ചേർന്ന് പാട്ടുപാടി കൈയടിച്ച് ആരാധിച്ച് അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, മകളെ, ഉത്സാഹത്തോടെ കൂട്ടായ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഉണർവിൻ കൊടുക്കാറ്റേനി വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേനി വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. ഓ പരിശുദ്ധാത്മാവേ, അത്ഭുത ശക്തി കാലഘട്ടത്തിൽ അയക്കണമേ. തളർന്നിരിക്കുന്ന കുടുംബങ്ങളെ ഉണർത്തണമേ, തളർന്നിരിക്കുന്ന മനസ്സുകളെ ഉണർത്തണമേ, തളർന്നിരിക്കുന്ന സമൂഹങ്ങളെ ഉണർത്തണമേ. അത്ഭുത ഉണർവിന്റെ കൊടുങ്കാറ്റായി ഇപ്പോൾ വീശണമേ. അഗ്നിയേക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയേക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയേക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയേക്കണമേ പരിശുദ്ധാത്മാവേ. കുടുംബം ഒന്നിച്ച് ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, പരിശുദ്ധാത്മാവേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. എല്ലാ ദൈവമക്കളും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ആത്മാവിന്റെ ഉന്നതമായൊരു പ്രവാഹം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ബന്ധക്കുസ്താനുഭവം ഇപ്പോൾ സമൂഹങ്ങൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ ഉണർവോടെ സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ഇടപെടണമേ, ബന്ധനമണിയട്ടെ പരിശുദ്ധാത്മാവേ. ഇപ്പോൾ സംഭവിക്കട്ടെ. നൽകണമേ പരിശുദ്ധാത്മാവേ, രോഗികൾ ചാടി എഴുന്നേൽക്കട്ടെ, പരിശുദ്ധാത്മാവേ. വിടുതൽ സംഭവിക്കട്ടെ, വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, അത്ഭുത വിടുതൽ, മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, ഇപ്പോൾ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ.
കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, മകളെ, ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന്, നീ ആയിരിക്കുന്ന കുടുംബത്തിലിരുന്ന്, നീ ആയിരിക്കുന്ന കൂട്ടായ്മയിലിരുന്ന് കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കുന്നു, ആത്മാവിനെ ആരാധിക്കുന്നു, ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നു. സ്വർഗ്ഗത്തിന്റെ അത്ഭുതാഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ഷീണിതർ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ, എല്ലാ ക്ഷീണങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ മടുപ്പും വിട്ടുമാറട്ടെ, എല്ലാ മന്ദതയും വിട്ടുമാറട്ടെ. വലിയ ഉണർവിന്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. വിശുദ്ധ കുരിശടയാളത്തിന്റെ ശക്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ യാതൊരു ഗ്രാഹ്യവും ഇല്ലാതിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു സംഗതിയുണ്ട്. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥർ സഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിട്ട്, അച്ഛാ, ഒരു കുരിശുരൂപം വെഞ്ചരിച്ച് തരണം. എൻ്റെ കുട്ടിക്ക് രാത്രി കിടന്ന് ഭയങ്കരമായ പീഡയാണ്. എൻ്റെ കുട്ടി രാത്രിക്ക് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. വീട്ടിൽ വലിയ അനർത്ഥങ്ങളാണ്. അച്ഛൻ ഒരു കുരിശ് വെഞ്ചരിച്ച് തരണം. ഇങ്ങനെ വരുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്താണ് ഇതിന് കാരണം? കുരിശിന്റെ അടയാളത്തിലുള്ള വിടുതലിനെ കുറിച്ച് നാനാജാതി മതസ്ഥരുടെ ഇടയിൽ ആരും പഠിപ്പിക്കാതെ തന്നെ ഒരു പരിജ്ഞാനത്തിന്റെ പരിമളം വ്യാപരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുമാറ് ഒരു സംഭവം സഗിയോൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായി. സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10,000-കണക്കിന് ആളുകൾ ദേശത്തിന് നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ വെള്ളിയാഴ്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ആശീർവാദങ്ങളും വെഞ്ചരിപ്പുകളും ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. അവിടെ ഒരു വെഞ്ചരിപ്പും ഒരു ആശീർവാദം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം പിറ്റേ ആദ്യ വെള്ളിയാഴ്ച ആ വ്യക്തി വന്ന് സാക്ഷ്യപ്പെടുത്തത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വ്യക്തി പറയുകയാണ്, ഞാൻ പാലാദേശത്തുള്ള ഒരു പെയിന്ററാണ്. എനിക്ക് പെയിന്റിംഗ് ജോലിയാണ്. എനിക്കിതിനകത്തൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്റെ ഭാര്യ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ഇവിടെ വരാനിടയായത്. എനിക്കെന്റെ പ്രശ്നം ഇതാണ്, ഞാൻ വർഷങ്ങളായി മദ്യപാനിയാണ്. ഞാൻ വർഷങ്ങളായി കഞ്ചാവ് ഉപയോഗിക്കും. ഞാൻ വർഷങ്ങളായി ഹാൻസ് ഉപയോഗിക്കും. കഞ്ചാവും ലഹരി വസ്തുക്കളുടെ അടിമയാണ് ഞാൻ. എനിക്ക് മദ്യപാനവും ലഹരി വസ്തുക്കളും കഞ്ചാവും അങ്ങനെയുള്ള എല്ലാം എനിക്ക് ആവശ്യമാണ്. ഇത് ഉപേക്ഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നത്. അദ്ദേഹം വരുമ്പോൾ തന്നെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയാലും ഈ കഞ്ചാവും ഈ ഹാൻസും പാൻപരാഗും ഇതെല്ലാം ഞാൻ കൊണ്ടുപോകും. അങ്ങനെ മടിയിൽ ഒരു വലിയ പൊതിയുമായി പാലാ എന്നുള്ളൊരു ബസ് കയറി അദ്ദേഹം സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ചേർന്നു. അങ്ങനെ രാവിലെ തന്നെ സീറ്റ് പിടിച്ച് ധ്യാന കേന്ദ്രത്തിന്റെ ഉള്ളിൽ ഇടം കിട്ടി അവിടെ ഇരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, ഇടയ്ക്കിടയ്ക്ക് വെഞ്ചരിപ്പുകളും പ്രാർത്ഥനകളും നടക്കുകയാണ്. അദ്ദേഹം വന്ന് സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ശ്രദ്ധിച്ചു. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ ആമുഖമായിട്ട് കുരിശിന്റെ അടയാളത്തിൽ ആശീർവാദവും പ്രാർത്ഥനയും ചെയ്തപ്പോൾ ആ വ്യക്തി പറയാണ്, ഇരുന്നോട് തിരുന്ന് പനി പിടിച്ചു. ശരീരം വിറയ്ക്കുന്ന പനി, അദ്ദേഹത്തിന് ഇരിക്കപ്പുറത്തില്ലാത്ത പനി. അദ്ദേഹം ചിന്തിച്ച്, ഞാൻ ആരോഗ്യത്തോടെ വന്ന് എന്നാൽ രോഗിയായി മാറിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹം പിടിച്ചിരുന്നു. 3:30 ആയപ്പം ശുശ്രൂഷ തീർന്ന ഉടനെ തന്നെ അദ്ദേഹം ബസ്സിലേക്ക് പോയി. ഹോളിനുള്ളിൽ ഇരുന്ന് കഞ്ചാവ് എടുക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. ഹാൻസ് പാൻപരാഗ് എടുത്ത് ഉപയോഗിക്കാൻ സമയം കിട്ടിയില്ല. അദ്ദേഹം അങ്ങനെ പനി പിടിച്ചിരുന്നു പോയി. 3:30-ക്ക് ശുശ്രൂഷ തീർന്ന ഉടനെ അദ്ദേഹം ചിന്തിച്ചു, ഇനി വേഗം ബസ്സിൽ പോയിരുന്നിട്ട് കുറച്ച് ഹാൻസും കഞ്ചാവും പാൻപരാഗും അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ പനിയൊക്കെ മാറും എന്ന് ചിന്തിച്ച് വേഗം അദ്ദേഹം ബസ്സിലേക്ക് പോയി. ബസ്സിൽ ചെന്ന് അവിടെ അദ്ദേഹത്തിന്റെ സീറ്റിലിരുന്ന് അദ്ദേഹം മടി തുറന്ന് അവിടെ നിന്ന് ഹാൻസിന്റെ പാൻപരാഗിന്റെ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് ഒരു പാക്കറ്റ് ഈ കയ്യിലേക്ക് അങ്ങ് ഇട്ടു. പാക്കറ്റ് ഈ വലത് കൈയിലും പൊട്ടിച്ചിട്ട ലഹരി വസ്തുക്കൾ ഈ കയ്യിലും. ആ കൈ രണ്ടും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് മരവിച്ചു പോയി.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇദ്ദേഹത്തിന് അനക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ ഇടത് കയ്യിൽ വെച്ചിരിക്കുന്ന ഇതൊന്ന് വായിൽ കിടന്ന ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. അദ്ദേഹം തന്നെ പറയാണ്, ഇതങ്ങിട്ട് ഇങ്ങനെ ആയി അങ്ങോട്ട് മരവിച്ച് കഴിഞ്ഞപ്പോ ഈ കൈയുടെ ഈ കൈമുട്ട് തൊട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പുകഞ്ഞു കയറാൻ തുടങ്ങി. കയ്യിലിരുന്നത് അങ്ങോട്ട് പുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്തോട് ചോദിച്ചു, എന്താ പറ്റിയത്? അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റുന്നില്ല. അദ്ദേഹം കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചാൽ ചില്ലെന്ന് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ ബസ്സിന്റെ ചില്ല് അടുത്തയാൾ തുറന്നു കൊടുത്തു. ഇദ്ദേഹം യേശുവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഇത് ആ ബസ്സിന്റെ പുറത്തേക്ക് ഇട്ടതും അദ്ദേഹത്തിന്റെ കൈയും ശരീരവും നോർമൽ സ്ഥിതിയിലായി. പനി ക്ഷണനേരം കൊണ്ട് വിട്ടുപോയി. അദ്ദേഹം അട്ടപ്പാടി സഖ്യവൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പിന്നീട് ആദ്യ വെള്ളിയാഴ്ച സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെയാണ്, പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ഹാൻസ് ഉപയോഗിക്കാനോ കഞ്ചാവ് ഉപയോഗിക്കാനോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനോ തോന്നിയിട്ടില്ല. പരിപൂർണമായ ഒരു വിടുതൽ ലഭിച്ചു. നോക്കുക, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഒരു ആശീർവാദം കൊടുത്തപ്പോൾ ഇടിമിന്നൽ പോലെ ദൈവശക്തി അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിച്ച് ഇന്ന് അദ്ദേഹം പാലായിൽ വളരെ തീക്ഷ്ണമതിയായി കർത്താവിന് സാക്ഷിയായി ജീവിക്കുകയാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട്, വീട്ടിൽ ചെന്ന് മദ്യപാനത്തിന് വേണ്ടി പോയപ്പോൾ മദ്യപിക്കാൻ പറ്റാത്ത വിധം അദ്ദേഹത്തിന്റെ ശരീരം വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. മദ്യപിക്കുന്ന ഒരു മുറിയിലേക്ക് കയറിയാൽ സഫോക്കേഷൻ അനുഭവപ്പെടുന്ന വിധം, ശ്വാസം മുട്ടുന്ന വിധം അദ്ദേഹം ചാടി പുറത്ത് കിടക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോൾ റിയാക്ട് ചെയ്യുകയാണ്. ഒരൊറ്റ കുരിശിന്റെ ആശീർവാദത്തിൽ ഇതുപോലെ അത്ഭുതം ആ വ്യക്തിയുടെ ശരീരത്തിൽ സംഭവിച്ചിരി. ശരീരത്തിന്റെ ഘടന പോലും ഒരു കുരിശടയാളത്തിന്റെ ആശീർവാദം കൊടുത്തപ്പോൾ ശരീരത്തിന്റെ ഘടന പോലും മാറിപ്പോയി എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. ഈ കുരിശടയാളത്തിന് നമ്മൾ വിചാരിക്കുന്നേക്കാൾ അധികമായ ശക്തിയുണ്ട്, അധികമായ പ്രസക്തിയുണ്ട്. ഈ കുരിശടയാളത്തിന്റെ ശക്തി ആദ്യമായി ലോകത്തെ പഠിപ്പിച്ചത് സ്ലീഹന്മാരോ സഭയോ അല്ല എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ യേശുവിന്റെ അപ്പോസ്തലന്മാർ എല്ലാ ഭാഗങ്ങളിലും പോയി യേശുവിന്റെ നാമത്തെക്കുറിച്ചും യേശുവിന്റെ കുരിശ് മരണത്തെക്കുറിച്ചും യേശുവിന്റെ രക്ഷയെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും പഠിപ്പിച്ചു. പിന്നെ ആരാണ് യേശുവിന്റെ കുരിശടയാളത്തിന്റെ ശക്തിയെക്കുറിച്ച് പഠിപ്പിച്ചത്? അതിനെക്കുറിച്ച് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? AD 312-13 കാലഘട്ടം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ മതമർദ്ദനം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മാക്സൻസിയൂസ് എന്ന് പറഞ്ഞൊരു ശത്രു രാജാവിനെ നേരിടാൻ വേണ്ടി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വളരെ പാടുപെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. ആ ശത്രു രാജാവ് അടിക്കടി വിജയം നേടിക്കൊണ്ടിരുന്നു. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ എന്റെ ശത്രുവായ മാക്സൻസിയൂസ് ചക്രവർത്തിയെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വളരെ വേവലാതി കൊണ്ട് വ്യസനിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി യുദ്ധരംഗത്ത് ഒരു രാത്രി അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് ഒരു സ്വപ്നം ദൈവം കാണിച്ചു കൊടുത്തു. ഒരു വലിയ കുരിശടയാളം ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ആ കുരിശടയാളത്തിന് ചുറ്റിലും ഒരു ഉല്ലേഖനം കാണപ്പെട്ടു, ഒരു എഴുത്ത് കാണപ്പെട്ടു. ആ എഴുത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം വായിച്ചത്: ഈ അടയാളത്തിൽ നീ വിജയിക്കും, ഈ അടയാളത്തിൽ നീ വിജയിക്കും എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ദർശനം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ചക്രവർത്തി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, ഹൃദയത്തിൽ തീരുമാനമെടുത്തു. ക്രിസ്ത്യാനികളെ മതപീഡനം നടത്തി നശിപ്പിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തി ഹൃദയത്തിൽ തീരുമാനമെടുത്തു. പിറ്റേ ദിവസം നേരം വെളുത്ത് അദ്ദേഹം ചെയ്ത ആദ്യത്തെ കാര്യം തൻ്റെ സൈന്യത്തിൽ നിർദ്ദേശം കൊടുത്തു. തൻ്റെ ഔദ്യോഗിക പതാകയുടെ റോമൻ പതാകയിൽ കുരിശടയാളം മുദ്ര ചെയ്ത് യുദ്ധത്തിന് പോകുമ്പോൾ കുരിശടയാളത്തിന് മുദ്ര പതിച്ച പതാകയുമായി യുദ്ധത്തിന് പോകാൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സൈന്യത്തിന് ഓർഡർ കൊടുത്തു. അപ്രകാരം കുരിശിന്റെ അടയാളം പതിച്ച പതാകയുമായി അവർ യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ അത്ഭുതകരമായ വിജയം കൊണ്ട് റോമൻ സാമ്രാജ്യത്തെ ദൈവം അനുഗ്രഹിച്ച് ഇതിൽ മതിമറന്ന് സന്തോഷിച്ച് ഈ ചക്രവർത്തിയുടെ മനസ്സിൽ അത്ഭുത വ്യത്യാസം ഉണ്ടായി. അങ്ങനെയാണ് പ്രസിദ്ധമായ മിലാൻ വിളംബരം ഉണ്ടായത്, ദ ഈഡിക്റ്റ് ഓഫ് മിലാൻ. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വിളംബരത്തിന്റെ പേരാണ് മിലാൻ വിളംബരം. ഈ വിളംബരം വഴിയാണ് റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യമുണ്ടായത്. അന്നേ തുടർന്ന് ലാറ്ററൻ കൊട്ടാരം മാർപ്പാപ്പയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതം സ്വീകരിക്കപ്പെട്ടു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ടിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുടെ രക്തം ചിന്തി, രക്തസാക്ഷികളും രക്തം ചിന്തി അങ്ങനെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കഠിനമായ കിരാതമായ മതപീഡനം അവസാനിക്കാൻ ഇടയാക്കിയ സംഭവമാണ് ഈ കുരിശടയാളത്തിന്റെ ശക്തിയെക്കുറിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ദൈവം ഇടപെട്ട് വെളിപ്പെടുത്തി കൊടുത്ത ആ സംഭവം. ഹല്ലേലൂയ.
അതിനെ തുടർന്ന് ക്രിസ്തു മതത്തിന് റോമൻ സാമ്രാജ്യം തുടർന്നുള്ള വലിയ സ്വീകാര്യതയുണ്ടായി, വലിയ സ്വാതന്ത്ര്യം ഉണ്ടായി. ഒരുപാട് അംഗീകാരം ക്രിസ്തു മതത്തിന് റോമൻ സാമ്രാജ്യത്തിലുടനീളം ലഭിച്ചു. ചക്രവർത്തി അംഗീകരിച്ചു. ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി ഇതിനെ ഒരുപാട് സ്നേഹിച്ചു. പിന്നീട് ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞിയാണ് ജെറുസലേമിൽ പോയി ഈ യേശു ക്രിസ്തുവിന്റെ കുരിശ് കണ്ടെടുത്തത്. മക്കാരിയൂസ് ബിഷപ്പ് ജെറുസലേമിൽ ബിഷപ്പായിരിക്കുമ്പോൾ അവര് ജെറുസലേമിൽ ഈശോ കുരിശിൽ മരിച്ചെടുത്ത് ഒരു ദേവാലയം, ഒരു കത്തീഡ്രൽ, ഒരു ബസിലിക്ക നിർമ്മിക്കാൻ നിർദ്ദേശം കൊടുത്ത്. അങ്ങനെ മക്കാരിയൂസ് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ആ കാവുൽത്താമാലയിലെല്ലാം ചപ്പ് ചവറുകളും എല്ലാ മാലിന്യങ്ങളും പഠിച്ചു കോരി കളഞ്ഞ് ആ വീനസ് പ്രതിമ എല്ലാം എടുത്തു മാറ്റി അന്വേഷിച്ചപ്പോൾ 3 കുരിശുകൾ, നൂറ്റാണ്ടുകൾക്ക് ശേഷം 3 കുരിശുകൾ അവിടെ കണ്ടെത്തി. ഇത് ഏത് കുരിശാണ്? യേശുവിനെ കുരിശ് തറച്ച കുരിശ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ മക്കാരിയൂസ് ബിഷപ്പ് അവിടെ ഒരു വിധത്തിലും നിവർന്നു നിൽക്കാനോ നടക്കാനോ പറ്റാത്ത ഒരു രോഗിണിയായി മരണാസന്നയായി കിടന്ന ഒരു രോഗിണിയുടെ അരികിൽ ഈ 3 കുരിശുകളും കൊണ്ടുചെന്നു. ആദ്യത്തെ 2 കുരിശുകൾ മുട്ടിച്ചു, ഒരു വ്യത്യാസവും വന്നില്ല. എന്നാൽ 3ാമത്തെ കുരിശ് മുട്ടിച്ചപ്പോൾ ആ രോഗിണിയായ സഹോദരി ക്ഷണനേരം കൊണ്ട് സൗഖ്യം പ്രാപിച്ച്, മരണാസന്നയായ സഹോദരി ക്ഷണനേരം കൊണ്ട് സൗഖ്യം പ്രാപിച്ച് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ യേശുവിന്റെ കുരിശ് കണ്ടെത്തി. ആ കുരിശാണ് പിന്നെ അവിടെ ബസിലിക്ക സ്ഥാപിക്കാൻ ഇടവന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് തൊട്ടാണ് വിശുദ്ധ കുരിശിനെ കുറിച്ച് ലോകം ശ്രദ്ധിക്കാൻ സാഹചര്യം ഒരുങ്ങിയത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ കുരിശടയാളത്തിന് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ വിധമുള്ള വലിയ ശക്തിയുണ്ട് എന്നത് സത്യമായൊരു സംഗതിയാണ്. ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം സിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന ഒരു യുവാവ് സാക്ഷ്യപ്പെടുത്തിയ അനുഭവമാണിത്. ആ യുവാവ് തൃശ്ശൂർ പട്ടണത്തിൽ ജീവിക്കുന്ന യുവാവാണ്. അദ്ദേഹം ഒരുപാട് കാലങ്ങളായി ബ്ലൂ ഫിലിമിന്റെയും ലൈംഗിക മ്ലേച്ഛതയുടെയും അശ്ലീലത്തിന്റെയും അടിമയായി ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാള് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അദ്ദേഹത്തെ അട്ടപ്പാടി സിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് എപ്പോഴും ബ്ലൂ ഫിലിം കാണണം. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ 4 GB മെമ്മറി കാർഡിൽ ബ്ലൂ ഫിലിമും അശ്ലീല ചിത്രങ്ങളും നഗ്ന ചിത്രങ്ങളും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം, അതിന് അഡിക്ഷനായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തെ ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി സിയോൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നത്. അന്ന് ഉച്ചയ്ക്ക് വെഞ്ചിരിപ്പിന്റെ സമയത്ത് അൾത്താരിൽ നിന്ന് കുരിശെടുത്ത് 6ാം പ്രമാണ ലംഘനത്തിന്റെ ഫലമായി ദൈവമക്കളെ പിടികൂടിക്കുന്ന എല്ലാ ദുർബോധങ്ങളും അന്ധകാര ശക്തികളും കർത്താവായ യേശുവിന്റെ കുരിശടയാളത്തിൽ ഇപ്പോൾ ഛിന്നഭിന്നമാകട്ടെ എന്ന് പറഞ്ഞ് കുരിശിന്റെ അടയാളത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി അദ്ദേഹത്തിന് അനുഭവം പറയുന്നത് എങ്ങനെയാണ്? ആ ആശീർവാദം കിട്ടിയ ആ ക്ഷണത്തിൽ ശരീരത്തിലേക്ക് എന്തോ ഒരു ശക്തി പ്രവഹിച്ച് അദ്ദേഹം അനുദപിച്ച് പറഞ്ഞു, ഇനി മേലിൽ അശ്ലീല പ്രവർത്തിക്ക് ഞാൻ പോവുകയില്ല. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് അദ്ദേഹം അശ്ലീല രംഗങ്ങളെല്ലാം മായിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ മെമ്മറി കാർഡ് അദ്ദേഹം വീട്ടിൽ വെച്ചിരിക്കുകയാണ്. മെമ്മറി കാർഡിലാണ് 4 GB മെമ്മറി കാർഡിലാണ് ബ്ലൂ ഫിലിമുകളും അശ്ലീല രംഗങ്ങളെല്ലാം കൂടുതൽ പകർത്തി വെച്ചിരിക്കുന്നത്. അദ്ദേഹം തീരുമാനമെടുത്തു, വീട്ടിൽ ചെന്നാൽ എൻ്റെ 4 GB മെമ്മറി കാർഡിലുള്ള എല്ലാ ബ്ലൂ ഫിലിമുകളും മറ്റ് അശ്ലീല രംഗങ്ങളും മറ്റ് വീഡിയോ ക്ലിപ്പുകളും എല്ലാ ചിത്രങ്ങളും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് തീരുമാനമെടുത്തു. അദ്ദേഹം ഈ ശുശ്രൂഷ കഴിഞ്ഞ് യാത്ര ചെയ്ത് തൃശ്ശൂരെത്തി. ഭവനത്ത് ചെന്നു, മെമ്മറി കാർഡ് എടുത്തു, ഫോണിലേക്ക് ഇട്ട് തന്ന് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം മെമ്മറി കാർഡ് ഫുള്ളായും ബ്ലാങ്ക് ആയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നട്ടുച്ചയ്ക്ക് ഇവിടുത്തെ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ സമൂഹത്തിലുള്ള ഓരോ മകനെയും മകളെയും പീഡിപ്പിക്കുന്ന എല്ലാ മ്ലേച്ഛതയുടെയും അശുദ്ധിയുടെയും ദുർവൃത്തിയുടെ അരൂപികളും സ്വാധീനങ്ങളും അവസ്ഥകളും എല്ലാ ആധിപത്യങ്ങളും ഛിന്നഭിന്നമാകട്ടെ എന്ന് പറഞ്ഞ് കുരിശിന്റെ അടയാളത്തിൽ ആശീർവദിച്ചപ്പോൾ കിലോമീറ്ററുകൾക്ക് അകലെ തൃശ്ശൂര് അദ്ദേഹത്തിന്റെ ഭവനത്തിലിരുന്ന മെമ്മറി കാർഡിലുണ്ടായിരുന്ന എല്ലാ അശ്ലീല രംഗങ്ങളും ഡിലീറ്റഡ് ആയി പോയി എന്നതാണ് സത്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അപ്പം തന്നെ മുട്ടുകുത്തി അദ്ദേഹം തന്നെ യേശുവിന്റെ കുരിശിന്റെ ആ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചു. ഇന്ന് അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ 4 GB മെമ്മറി കാർഡിൽ അഭിഷേകാഗ്നിയുടെയും എൽ ഷദായി വചന ശുശ്രൂഷയുടെയും അരമണിക്കൂർ വീതമുള്ള എപ്പിസോഡുകൾ സ്റ്റോക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അത് തന്റെ കൂട്ടുകാർക്ക് പകർന്നു കൊടുത്ത് അത് പ്രസരണം ചെയ്ത് അത് പകർന്നു കൊടുത്ത് അയച്ചു കൊടുത്ത് വലിയ ഒരു ദൈവരാജ്യ വേലക്കാരനായി ഇന്ന് തൃശ്ശൂർ പട്ടണത്തിൽ അദ്ദേഹം മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
കുരിശടയാളത്തിനും കുരിശടയാളം കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കും അതിന്റെ അത്ഭുത ശക്തിയുണ്ട്. ഒരു കടബാധിതയുള്ള വ്യക്തിയുടെ മേൽ കുരിശിന്റെ അടയാളത്തിൽ കടബാധിത വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഒരു രോഗിയുടെ മേൽ കുരിശടയാളത്തിൽ രോഗപീഠ യേശുവിന്റെ കുരിശടയാളത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ, യേശുവിന്റെ കുരിശടയാളം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി അവിടെ വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവരുന്ന അനേകം കുട്ടികള്, അനേകം വ്യക്തികള്, അവര് രാത്രി കാലം കൊണ്ട് ആ ദുർപീഡകൾ, വലിയ മാരക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പലതരത്തിലുള്ള പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കുരിശ് രൂപം ആശീർവദിച്ച് കൊണ്ടുപോയി അവരുടെ ഭവനത്തിൽ വെക്കുന്നത്, ശരീരം ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് കാണുമ്പോൾ അത്ഭുത ദൈവിക ഇടപെടൽ ഉണ്ടായതായി അവർ സാക്ഷ്യപ്പെടുത്തുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കുരിശിന്റെ അടയാളവും കുരിശടയാളം ധരിക്കലും കുരിശടയാളം ഉപയോഗിക്കലും ഒരു അന്ധവിശ്വാസമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ജീവിക്കുന്ന ദൈവം തന്നെ നേരിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു ദൈവിക മാർഗമാണ് കുരിശിന്റെ അടയാളം ഉപയോഗിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ശത്രുക്കളുടെയും ഉപദ്രവത്തിന് രക്ഷ നേടാൻ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന അടയാളമാണ് വിശുദ്ധ കുരിശിന്റെ അടയാളം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ എന്നല്ലേ തിരുസഭയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നത്. ഇതിനെക്കുറിച്ച് സെന്റ് തോമസ് അക്വീനാസ് എന്ന് പറഞ്ഞ വലിയ പണ്ഡിതൻ പറഞ്ഞിരിങ്ങനെയാണ്: എന്റെ കുരിശേ, എന്റെ ഏക അഭയമേ, സ്വസ്തി. കുരിശിനെ അദ്ദേഹം തന്റെ ജീവിതത്തിന് വലിയൊരു സ്ഥാനം കൊടുത്ത് സ്നേഹിക്കുകയാണ്. വിശുദ്ധല്ലയോ? സഭയുടെ വലിയൊരു വിശുദ്ധൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ്, എല്ലാ വരങ്ങളുടെയും കാരണമാണ്. അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു. വിശുദ്ധ ജോൺ വർക്ക്മൻസ്, സഭയിലെ വളരെ ശ്രേഷ്ഠ ഒരു വിശുദ്ധൻ, വിശുദ്ധ ജോൺ വർക്ക്മൻസ്, അദ്ദേഹം വിശുദ്ധ കുരിശിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം മരിക്കുന്ന തൊട്ടു മുമ്പ് അദ്ദേഹം പറയാണ്: ജപമാലയും ക്രൂശിത രൂപവും നിയമപുസ്തകവും മാറോട് ചേർത്ത് പിടിച്ച് വിശുദ്ധ ബർക്ക്മൻസ് പുണ്യവാളൻ പറയുകയാണ്: ജപമാലയും ക്രൂശിത രൂപവും നിയമപുസ്തകവും ഇവ മൂന്നും എന്റെ ജീവിതത്തിലെ നിധികളാണ്, ഇവ മൂന്നും എന്റെ ജീവിതത്തിലെ നിധികളാണെന്ന് പറഞ്ഞ് അദ്ദേഹം മാറോട് ചേർത്ത് പിടിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ശക്തി കണ്ടെത്തിയിരുന്ന 3 വലിയ അനുഗ്രഹ സ്രോതസ്സുകളായിരുന്നു ജപമാലയും ക്രൂശിത രൂപവും നിയമപുസ്തകവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ കുടുംബങ്ങളെ ആശീർവദിച്ചെന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുടുംബങ്ങളിൽ നിന്നുള്ള തലമുറയുള്ള എല്ലാ തരത്തിലുള്ള പാരമ്പര്യ ബന്ധനങ്ങളും ക്ഷീണങ്ങളും സാത്താന്യ കോട്ടകളും ഉപദ്രവങ്ങളും വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോഴുള്ള ക്ഷീണം, മരവിപ്പ്, വിശ്വാസ തകർച്ച വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഈ ആത്മീയ ദൂത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറിയിൽ ഒരു ക്രൂശിത രൂപം വെക്കുന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. നിങ്ങളുടെ ഓഫീസിൽ ക്രൂശിത രൂപം വെക്കുന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. ഒരു ക്രൂശിത രൂപം വെഞ്ചരിച്ച് ശരീരത്തിൽ ധരിക്കുന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. അത് ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് വിജയം തരുന്നതിൽ ദൈവികമായ ഒരു അത്ഭുത വിജയം തരുന്ന നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുരിശിനടയാളത്താ ഞങ്ങളെ നാഥാ രക്ഷിക്കാം. വിശുദ്ധ കുരിശിനടയാളത്താ ഞങ്ങളെ നാഥാ രക്ഷിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വീഴുങ്ങാനുണറി വരും ഒരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. അലറി വീഴുങ്ങാനുണറി വരും ഒരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. യേശുവിൻ തിരുനാമത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. യേശുവിൻ തിരുനാമത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ദുഷ്ടാത്മ പീഡകൾ അന്ധകാര ശക്തികൾ സർവ്വം നീങ്ങിപ്പോകട്ടെ. ദുഷ്ടാത്മ പീഡകൾ അന്ധകാര ശക്തികൾ സർവ്വം നീങ്ങിപ്പോകട്ടെ. സർവ്വം നീങ്ങിപ്പോകട്ടെ.
കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ സമൂഹങ്ങളിൽ നിന്നും ഇവരെ കാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടബാധ്യതകൾ, ഇവരുടെ കുടുംബത്തിലുള്ള മാരക വ്യാധികൾ, തീരാ രോഗങ്ങൾ, കുടുംബ കലഹങ്ങൾ, തകർച്ച, ജോലി തടസ്സങ്ങൾ, മക്കളുണ്ടാകുന്ന തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ഓരോ തരത്തിലുള്ള അന്ധകാര പീഡകൾ, ദുർസ്വഭാവങ്ങൾ, തഴക്കദോഷങ്ങൾ, മദ്യപാനാസക്തി, ദ്രവ്യാഗ്രഹം, പാപബന്ധനങ്ങൾ, എല്ലാ തിന്മയും അതിന് ആധിപത്യങ്ങളും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് രക്ഷയുടെ അടയാളമാണ്. ഇതാണ് വിജയത്തിന്റെ അടയാളം. ഇതിലൂടെയാണ് ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ കർത്താവ് നമുക്കായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു യേശുനാഥനെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഓസ്തിരൂപനെ, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ജീവിതകാലത്ത് ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള എല്ലാ അകൃത്യങ്ങളും ഓർത്ത് അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, ദൈവമേ, പാപിയാണു ഞാൻ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ വിളിക്കുകയാണ്. ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിക്കുകയാണ്. വർഷങ്ങളായി അനുദപിക്കാൻ പറ്റാത്ത ഹൃദയങ്ങൾ, കഠിന ഹൃദയങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. കല്ലിച്ചു പോയ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ അത്ഭുതകരമായി ദൈവശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഹൃദയങ്ങളുടെ മേൽ അത്ഭുതകരമായി അവിടുന്ന് സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus.